പ്രിയപ്പെട്ടവരെ, വലിയ സാക്ഷ്യങ്ങൾ സമയത്തിൻ്റെ മേലുള്ള, സ്ഥലങ്ങളുടെ മേലുള്ള ദൈവാധികാരത്തെ വീണ്ടും അനുഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രഘോഷിക്കുകയാണ്. ചില അടയാളങ്ങളിലെല്ലാം ഞാൻ നോക്കുന്നത് അതിനുള്ളിലുള്ള ദൈവാധികാരം എങ്ങനെയാണ് പ്രകടമായിരിക്കുന്നതെന്നാണ്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളെയാണ്, ഉടമ്പടി നേച്ചറും ഫീച്ചറുമുള്ള സാക്ഷ്യങ്ങളെയാണ് നമ്മൾ സാധാരണ മെയിൻ ഓർഡറിലേക്ക് പ്രൊമോട്ട് ചെയ്യണത്. അതിലൊരു സാക്ഷ്യമാണ് നമ്മുടെ ഷൈനി ജാക്സൻ്റെ സാക്ഷ്യം, ടീച്ചറിൻ്റെ സാക്ഷ്യം. ടീച്ചറിൻ്റെ സാക്ഷ്യം എന്താണ് നമ്മൾ കേട്ടത്? അവർക്ക് അടിവയറ്റിൽ ഗർഭപാത്രത്തിൽ ഒരു സിസ്റ്റ് വളരുകയാണ്. അപ്പം അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളും അവരനുഭവിക്കുന്ന മഹാസങ്കടങ്ങളെല്ലാം ടീച്ചർ അതിമനോഹരമായിട്ട് വിശദീകരിച്ചു. അതിനുശേഷം എന്താണ് ദൈവികമായ ഇടപെടൽ മുഹൂർത്തം, എന്താണ് അതിനുള്ള ഉടമ്പടി കണക്ഷൻ, എന്താണ് ശരിക്കും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി വിധി പ്രകാരം ദൈവം നമ്മളെ സഹായിക്കുന്ന കുറേ പ്രാർത്ഥനാ രീതികളുണ്ട്. ഉടമ്പടി ചെയ്തതിന് ശേഷം ടീച്ചർ ആരാധന കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാവരും ആരാധന കൂടുമ്പോൾ അച്ഛൻ അൾത്താരയിൽ നിന്ന് എന്നാ പറഞ്ഞത്? അടിവയറ്റിൽ വേദനയുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയുടെ രീതിയാണ്. ശരീരഭാഗങ്ങളിൽ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും മുതിർന്ന ഭൃത്യനെ വിടുമ്പോൾ തുടയുടെ അടിയിൽ കൈവച്ച് ആണ് ഉടമ്പടി ചെയ്യിക്കുന്നത്. എന്നിട്ട് എബ്രാഹാം പറയും, ഞാൻ നിന്നെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കുന്ന 2 കാര്യം എന്താണ്? ഒന്ന്, ഈ നാട്ടിൽ നിന്ന് ദൈവത്തെ അറിയാത്തവരെ നീ എൻ്റെ കുടുംബത്തിലേക്ക് പങ്കാളിയായി കൊണ്ടുവരത്തില്ലെന്ന് നീ ഉടമ്പടി ചെയ്യണം. നിബന്ധനയാണത്. നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്യുമ്പോഴും അത് നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിരക്കാത്തതും വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യത്തില്ലെന്ന് ഉടമ്പടി ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ആടെ നാമത്തിലാണ് ചെയ്യണത്. ആദ്യം എബ്രാഹാം ഭൃത്യനുമായിട്ട് ചെയ്യണത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉടമ്പടി പ്രകാരം ധ്യാനിക്കുന്നത്. എന്താണ് എബ്രാഹാം പറയണത്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ ദൈവനാമത്തിലാണ് ഞാനീ സത്യം ചെയ്യിക്കുന്നത് എന്നാണ് എബ്രാഹാം പറയണത്. വെറുതെ ദൈവനാമത്തിലെന്നല്ല പറയണത്. ഉടമ്പടി ചെയ്യുമ്പോഴെപ്പോഴും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും, അതാണ് ഉൽപ്പത്തി 24:3. ആകാശം എന്ന് പറയുന്നത് എന്താണ്? സമയം. ഭൂമി എന്താണ്? സ്ഥലം. ദൈവത്തെ മനുഷ്യൻ ഓർക്കുമ്പോൾ സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലുമുള്ള ഉടയവനായിട്ടാണ് ഓർക്കുന്നത്. ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് പോണത്. അതുകൊണ്ടാണ് കൊച്ചുരേശിയ സാക്ഷ്യം, നെന്മാറ സാക്ഷ്യം പറഞ്ഞപ്പോൾ 35 വയസ്സുള്ള മകനാണ്. 35 വയസ്സുള്ള മകൻ ഉടമ്പടി എടുത്ത 35 ദിവസത്തിനുള്ളിൽ അവൻ്റെ വിവാഹ തടസ്സം മാറുകയാണ്. സമയത്തിലാണ് ചുരുക്കം സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ 36, 37, 38 വയസ്സായിട്ട് നീണ്ടുപോകും. സമയച്ചുരുക്കം സംഭവിക്കും ഉടനെ. കാര്യം എന്താണ്? സമയം. ആകാശത്തിൻ്റെ മേലുണ്ട് ഉടയവൻ്റെ പേരിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. മരിയൻ ഉടമ്പടി അങ്ങനെയാണ്. സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു വിഷയം നടക്കണമെങ്കിൽ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴും നമ്മുടെ ആവശ്യത്തിനൊന്നും വേണ്ട ആ സമയത്ത് ദൈവിക ഇടപെടലിൻ്റെ സമയമല്ല എന്നുണ്ടെങ്കിൽ സമയത്തെ അനുകൂലമാക്കി എടുക്കണം, ചുരുക്കിയെടുക്കണം. അതിനെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യണം. നമ്മുടെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും സമയച്ചുരുക്കത്തിന് വേണ്ടിയുള്ളതാണ്, കൃപാ അഭിഷേകത്തിന് വേണ്ടിയുള്ളതാണ്, ചുരുക്കി പറഞ്ഞാൽ ദൈവികമായ ഇടപെടലിനുള്ളതാണ്. അതുകൊണ്ടാണ് കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് കൗൺസിലിനെ വെച്ച് ഞങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക സ്ഥിതി, ആത്മസ്ഥിതിയെ വിലയിരുത്തുന്നത്. അത് വളരെ ഗൗരവതരമായൊരു വിഷയമായതുകൊണ്ട് അത് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രശ്നമാണ്. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥലത്തിൻ്റെ മേലും, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. കർത്താവിൻ്റെതാണ് സമയം, കർത്താവിൻ്റെതാണ് സ്ഥലവും കർത്താവിൻ്റെതാണ്. 89-ാം സങ്കീർത്തനമില്ലേ, 11-ാമത്തെ വാക്യം, ആകാശം കർത്താവിൻ്റെതാണ്, സമയം അതായത് കർത്താവിൻ്റെതാണ്, സ്ഥലവും ഭൂമിയും കർത്താവിൻ്റെതാണ്. ഈ സ്ഥലത്തിലും സമയത്തിലും ദൈവിക ഇടപെടൽ വിശ്വാസി അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ സമയങ്ങൾ ആനന്ദിക്കണത്, നമ്മുടെ സ്ഥലങ്ങളും ആനന്ദിക്കും. അതാണ് സങ്കീർത്തനം പറയുന്നത് 96:11, ആകാശം ആനന്ദിക്കട്ടെ എന്ന് പറയും. ആകാശം ആനന്ദിക്കട്ടെ പറഞ്ഞ്, ഭൂമി ആനന്ദിക്കട്ടെ. അപ്പോഴും സമയവും അതിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ സാധ്യത എന്താണ്? ആനന്ദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരോ സമയത്ത് ജോലി കിട്ടുമ്പോൾ, ഇപ്പോൾ 12 വർഷങ്ങളായിട്ട് കാനഡ PR-ന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു ആനന്ദമുണ്ടാകും, അവരുടെ സമയം സന്തോഷിക്കും, അവരുടെ ആകാശം ആനന്ദിക്കും, അവിടെ ഭൂമി ആനന്ദിക്കും. ആകാശത്തിനും ഭൂമിക്കും ആനന്ദിക്കാനുള്ള വ്യത്യസ്തങ്ങളായ മേഖലകൾ പറയും. വനവൃക്ഷങ്ങൾ ആനന്ദിക്കട്ടെ, വയലേലകൾ ആനന്ദിക്കട്ടെ എന്ന് പറയും. എന്ന് വെച്ചാൽ ജീവിത ചുറ്റുപാടുകളെല്ലാം, നമ്മുടെ പ്രകൃതികളെല്ലാം എന്താണ്? അനന്ത ദൈവികമായ ഇടപെടൽ വരുമ്പോൾ ആനന്ദിക്കാനുള്ളതാണ്. ആനന്ദം ഒരു അനുഭവമായി നൽകണതും വാഗ്ദാനം നൽകണതും കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നാണ്. കൈ അടിച്ച് കർത്താവാണ് സുരേലി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ടീച്ചറിൻ്റെ നിർബന്ധം എന്തായിരുന്നു? ഓപ്പറേഷൻ നടത്തരുത്. അതിനവർ പറഞ്ഞ കാര്യം എന്താ? ഓപ്പറേഷൻ നടത്തിയാൽ വീണ്ടും 90 ദിവസത്തെ ചികിത്സ. കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ്സാണ്, അവിടെ പഠനത്തെ വളരെ ജെനുവിൻ റീസണാണ്. ഈ ജെനുവിൻ റീസൺ നമ്മുടെ കാര്യത്തിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു കാര്യം ദൈവതിരുസന്നിധി വെച്ചാൽ ദൈവം രക്തം ഇല്ലാതെ, രക്തം പൊടിയാതെ ഓപ്പറേഷൻ ചെയ്യും. ആരാധനയും നടക്കുന്നത് അതാണ്. അവരെന്നാ പറഞ്ഞത്? കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ പറിച്ചെടുക്കണ പോലെ ഒരു ഡെലിവറി പെയിൻ എന്നാണ് അവർ പറഞ്ഞത്. പ്രസവവേദന പോലൊരു വേദന ഞാൻ അനുഭവിച്ചുവെന്ന്. എന്താ കാര്യം? അമ്മ മാതാവ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അവിടെ സിസ്റ്റ് ഗർഭാശയത്തിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ. ഒരു തുള്ളി രക്തം പൊടിയാതെ ഈ ഹോളിൽ ആരാധന സമയത്ത് ഓപ്പറേഷൻ നടക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്തരം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എന്തിനാണ് അച്ഛൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തുന്നത്? ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്തവർ വന്ന് ആരാധന കൂടണമെന്ന് ഈ സാക്ഷ്യം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ, ഈശോ നേരിട്ട് എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ പുള്ളിങ് പവർ വർദ്ധിക്കണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്.
കർത്താവിൻ്റെ കാര്യങ്ങൾ, അടയാളങ്ങൾ കാണുന്തോറും കേൾക്കുന്തോറും വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയണത്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ചില കാര്യങ്ങൾ നിറവേറണമെങ്കിൽ, ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് അടയാളങ്ങൾ കാണിക്കണത്. ദൈവം അങ്ങനെ ചെയ്യണത്. കാര്യം ഓരോ അടയാളങ്ങൾ കാണിച്ചപ്പോൾ കാനായിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ജനങ്ങളെ വിശ്വാസം വർദ്ധിച്ചു. എല്ലാവരും അവനിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ ഏറ്റവും വലിയൊരു മിഷനാണത്. എന്താണ്? എല്ലാവരും അവനിൽ വിശ്വസിക്കണം. അതാണ് മരിയൻ മിഷൻ. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ മിറക്കിളെല്ലാം ജനങ്ങൾക്ക് വിതരണം ചെയ്യണത്. എന്താണ്? അമ്മയുടെ ആഗ്രഹമാണത്. എന്താണ്? എല്ലാവരും അവനിൽ വിശ്വസിക്കണം. കർത്താവിനെ റീച്ച് ചെയ്യിക്കാനും കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരവസരം അമ്മ നോക്കി പ്രാർത്ഥിച്ച് നടക്കിയിരുന്ന. എപ്പോഴാണ് ഈശോ ആരാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പ്രഗ്നൻ്റായ നിമിഷം പറഞ്ഞത് എലിസബത്ത് പറഞ്ഞപ്പോഴേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് പറഞ്ഞപ്പോഴേ അമ്മയ്ക്കൊരു ആനന്ദമുണ്ടായി. എന്താ ആനന്ദമുണ്ടായത്? എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മയ്ക്കറിയാൻ രക്ഷകനാണെന്നറിയാം. അതാണ് ലൂക്ക 1:47. എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴേ അമ്മ കർത്താവിനെ അനുഭവിച്ചത് രക്ഷകനായിട്ടാണ്. അന്ന് മുതൽ അമ്മയുടെ മനസ്സാണ് ഈ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തണമെന്ന്. അമ്മ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്താൻ ഇടം കണ്ടതാണ് കാന. അമ്മ നിശ്ചയിച്ച സ്ഥലമാണത്, അമ്മ നിശ്ചയിച്ച സമയമാണത്. ആകാശ ഭൂമിയും ദൈവത്തിൻ്റെതാണെങ്കിലും അമ്മയ്ക്ക് ഒരു മധ്യസ്ഥ എന്ന നിലയിൽ ആ ദൈവ സ്വാധീനങ്ങളുടെ മേലെ സമയത്തെ സ്വാധീനിക്കാൻ, സമയത്തെ സ്ഥലത്തെ നിശ്ചയിക്കാൻ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയത്തെ നിശ്ചയിക്കാൻ ഒരു മധ്യസ്ഥ എന്ന നിലയിൽ, ഒരു സഹമധ്യസ്ഥ എന്ന നിലയിൽ അമ്മയ്ക്ക് മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകം ആരംഭിച്ചുകൊണ്ട് ആദ്യത്തെ അടയാളം ലോകസമക്ഷം യേശു രക്ഷകനാണെന്നുള്ള സൂചനയും സത്യവും വെളിപ്പെടുത്തുന്നത്. കൈ അടിച്ച് കർത്താവ് ചൊല്ലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ ആനന്ദം. യേശുവിനെ ലോകത്തിനെ കൊടുക്കുമ്പോൾ ആനന്ദം എന്താണ്? അമ്മ ആനന്ദിക്കുന്നത് രക്ഷകനായ ദൈവത്തിലാണ്. രക്ഷകനായ ദൈവത്തിൽ എല്ലാമുണ്ട്. പീഡാസകനമുണ്ട്, കുരിശുമരണമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, അമ്മ പീഡകളിലും ആനന്ദിച്ച ആളാണ്. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കെന്ന് പറയുമ്പോൾ രക്ഷകനിലേക്ക് എത്തിച്ചേരണ ആ രക്ഷാനുഭവം ലോകത്തിൽ കൈമാറേണ്ടി വരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഒരു വിശ്വാസി ആനന്ദിക്കേണ്ടവനാണെന്നാണ് അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണത്. കൈ അടിച്ച് കർത്താവിലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ക്രിസ്തീയ ആനന്ദം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു തൊലിപ്പുറത്തെ ആനന്ദമല്ല. അത് ആന്തരികമായ ആനന്ദവും അഭിഷേക വിധി പ്രകാരം ലഭിക്കുന്നതാണ്. ദൈവത്തെ നീ അന്വേഷിച്ച് കഴിയുമ്പോൾ ഏത് സാഹചര്യത്തിൽ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടത്, അമ്മ പുൽത്തൊട്ടിയിലെ ഉണ്ണീശ്വരനെ പ്രസവിച്ച രാത്രി ആരോരുമില്ലാതെ നോക്കാനും തിരക്കാനും പറയാനും അന്വേഷിക്കാനും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അംശപിതാവിന് സ്ഥലമറിയാൻ പറ്റാത്ത ഒരു പാതിരയുണ്ട്. അപ്പോഴും അമ്മയെ ആനന്ദിച്ചത് ആന്തരികമായ അഭിഷേകത്തിലാണ്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധമ്മേ, യേശുവിനെ ലോകത്തിന് കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക അഭിഷേകം ഉണ്ടായതുപോലെ യേശുവിന് വേണ്ടി സകലത്തിൻ്റെ സാക്ഷികളാകുന്ന എല്ലാ മുഹൂർത്തങ്ങളിലും കൃപയുടെ അഭിഷേകം നൽകി ഞങ്ങളെ യഥാർത്ഥ സാക്ഷ്യത്തിൻ്റെ സന്തോഷത്താൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആദ്യത്തെ രക്തസാക്ഷ്യം, ആദ്യത്തെ വേദസാക്ഷ്യം ആരാണ്? പരിശുദ്ധ അമ്മയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി വചനത്തെ മാംസമാക്കി ലോകത്തിന് കൈമാറുന്ന വലിയ രക്ഷാകര സംഭവം
ആദ്യം വചനം സ്വീകരിച്ചതും വചനം വളർത്തി ഉദരത്തിലും ഹൃദയത്തിലും നിറച്ച് പക്വമാക്കി ലോകത്തിലേക്ക് കൈമാറിയതിൻ്റെ പിന്നിലെ അമ്മ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും വേദസാക്ഷികളുടെയും രക്തസാക്ഷികളുടെയും സന്തോഷമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, യേശുവിനെ ലോകത്തിന് കൊടുക്കാനുള്ള ആദ്യത്തെ രക്തസാക്ഷിയുടെയും ആദ്യത്തെ വേദസാക്ഷിയുടെയും സന്തോഷം അനുഭവിച്ച അതേ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലെ വിശ്വാസത്തിലെ ഇടറാതെ ദൈവസ്നേഹത്തോടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അഭിഷേകത്തിൻ്റെ ആനന്ദത്താൽ ഞങ്ങൾ നിറക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സാക്ഷികളുടെ ലോകം മുഴുവനും സകലം അനുഭവിക്കുന്ന ഒരു കാലമാണിത്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നൈജീരിയയിൽ കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ജയിലുണ്ടായിരുന്ന 12 സുവിശേഷ സാക്ഷികളെ തീവ്രവാദികൾ ശിരച്ഛേദം ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ ഒരു മീഡിയയും അത് റിപ്പോർട്ട് ചെയ്തില്ല. അതിനുള്ള ധൈര്യം അവന്മാർക്കില്ല. അതാണ് പ്രശ്നം. ധൈര്യത്തോടെ ഒരു മീഡിയ മാത്രമേ അത് പറഞ്ഞുള്ളൂ. ഇവിടെയെല്ലാം ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി പേടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു മാധ്യമ സമൂഹമാണ്. അതുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യാതെ വന്നത്. നിരവധികൾ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡ അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അമ്മയുടെ സഹനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി കിട്ടാൻ വേണ്ടി വിശ്വാസി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സാക്ഷികളുടെ സന്തോഷമാണ്. അതിൻ്റെ ആദ്യത്തെ ആനന്ദം ആത്മാവ് നിറച്ചത് അമ്മയുടെ ആത്മാവിലാണെന്ന് നമ്മൾ കണ്ടു. നമ്മളും അത്രയും സാക്ഷികളുടെ സന്തോഷം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴേ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ അപേക്ഷകൾ വെച്ചിട്ടുണ്ട്, അല്ലേ? ജോലി, വീട്, വിവാഹം, സ്ഥലമെല്ലാം. നിങ്ങൾ അതിനേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കണത്. അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും എൻ്റെ കാര്യമെല്ലാം എൻ്റെ കർത്താവിൻ്റെ കാര്യമാണെന്ന്. നിൻ്റെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം കർത്താവിൻ്റെ കാര്യമായതുകൊണ്ടാണല്ലോ നമ്മൾ നിത്യത വരെ ജീവിക്കാൻ വേണ്ടി അവൻ കുറിച്ചെടുക്കേണ്ടി വന്നപ്പോൾ കുറിച്ച് വരെ എടുക്കാൻ അവൻ തയ്യാറായത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക എന്നല്ലേ ഈശോ പറഞ്ഞത്, അല്ലേ? ബാക്കിയുള്ളത് ഉടമ്പടി നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നിയോഗങ്ങളെല്ലാം ചേർത്ത് നൽകൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 6:33. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ. ആദ്യം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. ദൈവഭരണം വരട്ടെ. ദൈവഭരണം വരുമ്പോൾ ചേർത്ത് നൽകും. ദൈവഭരണം എന്താണ്? ബസലിയ തൗതൗൻ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. എങ്ങനെയാണ് കിങ്ഡം ഓഫ് ഗോഡ്? വേർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവം ഭരണം നടക്കുന്നത്? എവിടെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ദൈവമഹത്വം നടക്കുന്നത്? എവിടെയാണ് ദൈവത്തിൻ്റെ മനസ്സ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഏറ്റെടുക്കുന്നത്? അപ്പോൾ ദൈവരാജ്യമായി. ദൈവരാജ്യം പുലർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. എല്ലാം ചേർത്ത് നൽകപ്പെടാറുണ്ട്. നിൻ്റെ വീട്, ജോലി, വിവാഹം, നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ രോഗസൗഖ്യങ്ങളെല്ലാം ചേർത്ത് നൽകാനുള്ളതാണ്. എപ്പോഴാണ്? നീ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ 6:9 മത്തായി സുവിശേഷത്തിൽ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പറഞ്ഞു തന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ദൈവരാജ്യം നമ്മൾ പുലരുമ്പോൾ ബാക്കിയെല്ലാം ചേർത്ത് നൽകുന്നതാണ്. കൈയടിച്ച് കർത്താവ് ചൊല്ലിയിരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ സാക്ഷി ആരാണ്? എസ്തപ്പാനോസാ. നമ്മൾ 26-ാം തീയതി എസ്തപ്പാനോസിൻ്റെ തിരുനാളാണ് ആഘോഷിച്ചത്. ആദ്യത്തെ രക്തസാക്ഷി. ആ മുഹൂർത്തത്തെ ബൈബിൾ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. എന്താണ്? എസ്തപ്പാന് ചുറ്റും
എല്ലാ ശത്രുക്കളും ഒരുമിച്ച് ആക്രമിക്കാൻ വേണ്ടി അവൻ്റെ തലയെറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി കല്ലുകൾ പെറുക്കി എറിയാൻ തുടങ്ങുമ്പോഴേ ബൈബിള് കല്ലുകളെയല്ല നോക്കണത്, എസ്തപ്പാൻ്റെ മുഖത്തേക്കാണ് നോക്കണത്. എസ്തപ്പാൻ്റെ മുഖത്തേക്ക് ബൈബിൾ നോക്കിയിട്ട് പറയും, ഇപ്പോൾ എസ്തപ്പാനെ നോക്കിക്കേ, ഈ സാക്ഷിയെ നോക്കിക്കേ, കർത്താവിന് ലോകത്തിന് കൊടുക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഈ സാക്ഷിയെ നോക്കിക്കേ. അവൻ്റെ കണ്ണുകൾ കണ്ടില്ലേ, അവൻ്റെ മുഖം കണ്ടില്ലേ, അവൻ്റെ നെറ്റി കണ്ടില്ലേ, അത് ദൈവദൂതന്മാരെ തിളങ്ങുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എസ്തപ്പാന് ശത്രുക്കളുടെ മുഖത്തേക്കല്ല നോക്കിയത്. ബൈബിൾ ഒരു സമീപനമാണ്, സാക്ഷ്യം ഒരു സമീപനമാണ്, ക്രിസ്തു സാക്ഷികളെ ഒരു സമീപനമാണ്. എന്താണ് ക്രിസ്തു സാക്ഷി നോക്കിയത്? കല്ലുകളെയല്ല നോക്കിയത്, തന്നെ ആക്രമിക്കാൻ പോകുന്ന കല്ലുകളെ, പറന്നു വരുന്ന തൻ്റെ ചങ്കിനും നെറ്റിക്കുന്നേരെ പറന്നു വരുന്ന കല്ലുകളെയല്ല നോക്കിയത്. എസ്തപ്പാൻ ശത്രുക്കളുടെ മുഖത്തേക്ക് ഒരു നോക്കിയത്. എസ്തപ്പാൻ എവിടെയാണ് നോക്കിയതെന്ന് സകലത്തിന് നിമിഷങ്ങളിൽ സാക്ഷികൾ എങ്ങോട്ട് നോക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. ഇത് കർത്താവിൻ്റെ വചനം മാത്രമേ ലോകത്തോട് അങ്ങനെ ധൈര്യമായിട്ട് പറയത്തുള്ളൂ. എസ്തപ്പാൻ എവിടെയാണ് നോക്കിയത്? അവൻ മുകളിലേക്ക് നോക്കിയെന്നാ, അല്ലേ? സകല സമയങ്ങളിൽ സാക്ഷികൾ എവിടെ നോക്കണത്? മുകളിലേക്ക് നോക്കും, താഴേക്ക് നോക്കത്തില്ല, നിരാശപ്പെടത്തില്ല. ആരെയും ശത്രുക്കൾ ആരാണെന്ന് നോക്കത്തില്ല, വൈരാഗ്യം വർദ്ധിപ്പിക്കത്തില്ല. പിന്നെ ആരെ നോക്കും? ദൈവത്തെ നോക്കും. ദൈവപൈതലെ, ഇതിനേക്കാൾ വലിയ സന്ദേശം എന്തുണ്ട് ലോകത്തിന് കൊടുക്കാൻ? നടപടി പുസ്തകം 7:55 എസ്തപ്പാൻ മുകളിലേക്ക് നോക്കി. ആരെക്കാണ് മുകളിലേക്ക് നോക്കിയത്? ഈ സഹനത്തെ ജയിച്ച ഒരാളുണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ, അവനെ നോക്കിയതാണ്. അപ്പോൾ ആകാശം തുറന്നിരിക്കുന്നത് കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചവനെ കണ്ട് കൈയിടിച്ച് കിടന്നാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികടേ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സഹനങ്ങൾ, രോഗങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കിയവരെ നോക്കിക്കൊണ്ട് വൈരാഗ്യവും മത്സരവും നിരാശയും തോന്നാതെ കർത്താവേ, എല്ലാ സഹനങ്ങളെയും മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറിയ മഹത്വരാജനെ നോക്കുവാനുള്ള വിശ്വാസത്താൽ, പ്രത്യാശയാൽ ഞങ്ങളെ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പിതാവിൻ്റെ വലതു ഭാഗത്ത് ഈ ആരെയാണ് സ്റ്റീഫൻ കണ്ടത്? ഉയർത്തെഴുന്നേറ്റ ഈശോനെ. എന്നാ വലതു ഭാഗത്ത് കാണാൻ കാര്യം? കർത്താവിൻ്റെ വചനം പറഞ്ഞ എന്താണെന്നറിയാവോ? രോഗമായാലും പീഡയായാലും സങ്കടമായാലും ശത്രുതയായാലും എല്ലാം ജയിച്ചവനാണ് കർത്താവ്. അവൻ പിതാവിൻ്റെ വലതു ഭാഗത്താണ് ഇരിക്കുന്നത്. ആ വലതു ഭാഗത്ത് ഇരിക്കുന്നവൻ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് നേരത്തെ സംസാരിച്ചവരുണ്ട്. എന്താ സംസാരിച്ചത്? ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ വലതു ഭാഗത്ത് നിൻ്റെ കാൽച്ചുവട്ടിലാക്കുന്നത് വരെ നീ എൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാകുക. സങ്കീർത്തനം 110:1 അത് പറഞ്ഞ്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നത് വരെ നീ എൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാവുക. അപ്പം പിതാവിന് വലതു ഭാഗത്ത് കർത്താവ് ഉപവിഷ്ടനായിരിക്കണം. എന്തിനാ? നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കാൽപാദം കൊണ്ടുവരാനാണ്. അത് ക്യാൻസർ ആയാലും അത് കടമായാലും നിന്റെ ശത്രുക്കളെ നിന്റെ ദൈവം മരിച്ചുയർന്നേറ്റവൻ നിന്റെ പാദത്തിൽ കൊണ്ടുവരും. കാര്യം അവൻ മരിച്ചുയർന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്താണ് ഉപവിഷ്ടനായിരിക്കുന്നത്. കൈയിട്ടിച്ച് കിടന്നാണ്. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എസ്തപ്പാനോസിന് ഒരു ശത്രു ഉണ്ടായിരുന്നു. അയാളെ കാൽച്ചുവെട്ടി കൊണ്ടുവന്നായിരുന്നു ആ ഒറ്റ നോട്ടം കൊണ്ടേ. എസ്തപ്പാൻ്റെ ശത്രു ആരായിരുന്നു? സാവൂൾ. ആ ഒറ്റ നോട്ടം കൊണ്ട് അയാളെ ശത്രുവിനെ കാൽച്ചുവെട്ടി കൊണ്ടുവന്നു. അയാൾ ആരാക്കി മാറ്റി? പൗലോസ്. കൈയടിച്ച് കിടന്നാൽ ശത്രുവിനെ കാണുമ്പോൾ മേലോട്ട് നോക്കണമെന്ന് പിന്നെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? എസ്തപ്പാൻ്റെ നോട്ടം കണ്ട് മാനസാന്തരപ്പെട്ട സാവൂളാണ് പറഞ്ഞത്, നിങ്ങൾ യേശുക്രിസ്തുവിനെ കൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. കൊളോസ്യസ് 3:1. പിന്നീട് സാവൂളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്,
കാര്യം സാവൂൾ ഇവിടുന്ന് പഠിച്ചതാണ്. ശത്രുത കാണുമ്പോൾ, രോഗം കാണുമ്പോൾ, പീഡ കാണുമ്പോൾ സാവൂളിനെ പോലെ, എസ്തപ്പാനെ പോലെ മേലോട്ട് നോക്കണം. അവൻ്റെ മേലോട്ട് നോട്ടമാണ്. എന്നെ സാവൂളായിരുന്നു എന്നെ ഇന്ന് പൗലോസാക്കി മാറ്റിയെങ്കിൽ എൻ്റെ വിശ്വാസികളെ, നിങ്ങളും പീഡിതരുടെ മുമ്പിൽ, പീഡകളുടെ മുമ്പിൽ, രോഗത്തിന് മുമ്പിൽ, എല്ലാ തകർച്ചയുടെ മുമ്പിൽ നോക്കേണ്ടത് ദൈവത്തെയാണ്. അതാണ് കൊളോസ്യസ് 3:1. നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഉന്നതങ്ങളുടെ കാര്യങ്ങളാണ്. കൈ ഇടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജീവിത പീഠകളുടെ സമയത്ത് ഉടമ്പടി എടുക്കുമ്പോൾ, ദൈവവുമായി ഉടമ്പടി ബന്ധമാകുമ്പോൾ ഇതൊരു മേലോട്ട് നോട്ടമാണെന്നതും, ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ശത്രുവിനെ നിൻ്റെ പാതാന്തികത്തിലെ ഉടമ്പടിയുടെ ദൈവം കൊണ്ടുവരുമെന്നുള്ള ബോധ്യത്തോടുകൂടി ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൈവപ്പ് പ്രാർത്ഥന സമയമാണ്. ഉദരരോഗികൾ വീണ്ടും ഉദരത്തിൽ തന്നെ കൈവെക്കുക. എന്നെ ശ്രമിക്കുന്ന മക്കൾ എല്ലാ രാജ്യങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലെ ലൈവായി പങ്കെടുത്തുകൊണ്ട് ഈ ആരാധന കൂടുന്നവരും, ഈ ആരാധന ഈ മാസം ജനുവരി മാസം അവസാനം വരെ കൂടുന്ന എല്ലാവരും അവരാരാധന കൂടുന്ന സമയത്ത് കൈവച്ച് അവിടെ ഉദരഭാഗങ്ങളിലും ശരീരത്തിൽ എവിടെയെല്ലാം വേദനയും രോഗവുമുണ്ട് അവിടെയെല്ലാം ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ രക്തം പൊടിയാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പരിശുദ്ധമ്മ ഈശോയുടെ തിരുസന്നിധി നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ദൈവിക രോഗസൗഖ്യത്തിൻ്റെ സമയമാണ്. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, ഫിഷർ രോഗികൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നി രോഗികളെയൊക്കെ കൈവച്ച് ഇപ്പോൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ രോഗാതുരമായ സ്ഥലത്ത് നിൻ്റെ നാമത്തിൽ ഞാൻ കൈവെക്കുന്ന ഈശോ, എൻ്റെ പാവപ്പെട്ട കൈകളെ നിൻ്റെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, to be healed. ഒരുമിച്ച് പാടുക. ആരാധിക്കുമ്പോൾ സന്തോഷം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ച് രോഗമുള്ളവർ, നെഞ്ചിൽ രോഗമുള്ളവർ ഇപ്പോൾ നെഞ്ചിൽ കൈവെക്കേണ്ടതാണ്. അതായത് ഹൃദയരോഗം, ഹൃദയത്തിൻ്റെ ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഞരമ്പുകളെ ശോഷിക്കുന്നവർ. ഇന്ന് ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടു. ഉടമ്പടി എടുത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നിനക്ക് നെഞ്ചുവേദന ഇല്ലെങ്കിലും നിൻ്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ ശത്രുക്കൾക്കോ ഉണ്ടെങ്കിലും യേശുനാമത്തിൽ ഇപ്പോൾ അവരുടെ പേരിൽ അവരുടെ സൗഖ്യത്തിനായി നിൻ്റെ നെഞ്ചിൽ നിനക്ക് യേശുനാമത്തിൽ കൈവെക്കാവുന്നതാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ. കരളിന് അസുഖമുള്ളവർ, ഫാറ്റി ലിവറുകാർ, ബിൽഡ്രൂബിൻ കൂടുതലുള്ളവരൊക്കെ എല്ലാം നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക. ഫാറ്റി ലിവറുകാർ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ച് പൊതിഞ്ഞ് കൈവെക്കുക. ആസ്മ രോഗികൾ, വലിവ് രോഗികൾ, ശ്വാസം മുട്ടുള്ളവർ, ആവശ്യമായ ഓക്സിജൻ ശ്വാസകോശങ്ങൾ അബ്സോർബ് ചെയ്യാത്തവർ,
ശ്വാസ തടസ്സമുള്ളവരെ അതിശക്തമായ യേശുനാമത്തിലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch the fire finger, soak with the precious blood. I command you, the name of Jesus Christ, to be healed. തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. ട്രാൻസ്ലൈറ്റ് രോഗികൾ, പിൻകഴുത്തിന് വേദനയുള്ളവർ, സ്പണ്ടിലോസിസ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. ശിരസ് രോഗമുള്ളവർ, ശിരസിൻ്റെ രോഗങ്ങൾ, ആയിട്ടുള്ള മുഴുവൻ രോഗങ്ങളും, തലച്ചോറിൻ്റെ രോഗങ്ങളും, തലച്ചോറിൻ്റെ സൂക്ഷ്മ ഞരമ്പുകളിലെ ബ്ലോക്കുകളും, രക്തോട്ടമില്ലാത്തവരുമൊക്കെ ഇന്ന് മൊത്തം കരിഞ്ഞ് നിക്കോട്ടിനെ അടിച്ച് കരിഞ്ഞു പോയി ഞരമ്പുകൾക്ക് ഉടമ്പടി തൈലം തേച്ചപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചതായിട്ട് രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് നമ്മൾ സാക്ഷ്യം കേട്ടതായിരുന്നു. എല്ലാ ഞരമ്പുകളും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. നെറ്റിയിലും കഴുത്തിലും കൈവെക്കുമ്പോൾ കർണശൂലങ്ങൾ, കർണത്തിനുണ്ടാകുന്ന പഴുപ്പുകൾ, ഒരു രോഗിയുടെ മുതുകിൽ അവനറിയാതെ വെന്റിലേറ്ററിൽ ജോൺസൺ കൊല്ലം ആശ്രയം വെച്ച നിമിഷങ്ങളിൽ പൂർണ്ണമായി മരിച്ചുകൊണ്ടിരുന്ന ആൾ ജീവിതത്തിലൂടെ തിരിച്ചു വന്ന് കണ്ണ് തുറന്നതായിട്ട് നമ്മൾ സാക്ഷ്യം കേട്ടതാണ്. അതുപോലെയുള്ള മഹാസംഭവങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്ന ഇടമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, കണ്ണ് കാണാത്തവരെ, ചെവി കേൾക്കാത്തവരെ, നാക്ക് സംസാരമില്ലാത്ത തൈറോയ്ഡ് രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, തലച്ചോറിന് അസുഖമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് മക്കളില്ലാത്തൊരു വീണ്ടും അടിവയറ്റിൽ കൈവെക്കട്ടെ. കഴിഞ്ഞ നവംബർ മാസത്തെ ഏറ്റവും വലിയ സാക്ഷ്യം 15 കൊല്ലത്തിന് ശേഷം ഉടമ്പടി എടുത്തപ്പോൾ, മക്കളില്ലാത്തവർ ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ, 20 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് 2 കുഞ്ഞുങ്ങളെ, 14 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് 2 കുഞ്ഞുങ്ങളെ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാലമായിരുന്നു നവംബർ മാസം. അതുപോലെ തന്നെ അനുഗ്രഹം തുടരുന്ന സൂചനയാണ് ഇന്നത്തെ സന്ദേശത്തിലും സാക്ഷ്യത്തിലും കിട്ടിയത്. ഇപ്പോഴ് അടിവയറ്റിൽ എന്ത് പറഞ്ഞാലും, വൈദ്യശാസ്ത്രം, റീസൺ, മെറിറ്റ്, യോഗ്യത എന്നാ പറഞ്ഞാലും വിശ്വാസത്തിന് ആണ് വിശ്വാസി ജീവിക്കണത്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് ഹെബ്രായർ 10:34 എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് കർത്താവെ ഞങ്ങളെ കൈവെക്കണത്. ഈ കല്ലിൽ നിന്ന് എബ്രാഹിം സന്ധി ജനിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ടില്ലാത്തവർ, പലതരം ജനിതകമായ തടസ്സങ്ങളുള്ള യേശു ക്രിസ്തുവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out Your Spirit, the fire finger, soak with the precious blood. I command you, in the name of Jesus Christ, to be healed. So did I. നമ്മൾ ഹോൾ ബോഡി സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മുഴുവൻ ശരീരവും സമർപ്പിക്കാൻ പോവുകയാണ്. ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവർ, നഖം മുതൽ ശിഖ വരെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി നീ സ്വസ്തിക അടയാളത്തിൽ കൈ പൊതിഞ്ഞ്, ശരീരം പൊതിഞ്ഞ് കൈവെക്കുക.
ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവർ, നിറവ്യത്യാസമുള്ളവർ, കോശങ്ങൾ ദ്രവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവർ, പുതിയ കോശങ്ങൾ ഉണ്ടാവാത്തവർ, പുതിയ കോശങ്ങൾ രക്തത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും കോശങ്ങൾ ഇല്ലാത്തവർ, HP കുറവുള്ളവർ, ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ ക്യാൻസറിൻ്റെ അംശം രക്തത്തിലുള്ളവർ, കൈ കൊണ്ട് ശരീരം പൊതിഞ്ഞ് കർത്താവിന് കാഴ്ചയായി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. നഖം മുതൽ ശിഖ വരെ കർത്താവെ രക്തം പ്രവേശിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും എന്നെ മോചിക്കുന്ന യേശുക്രിസ്തു രക്തം ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധമായ രക്തം, മരുന്നോ ലേപനമോ അല്ല കർത്താവെ. നിൻ്റെ തിരുരക്തത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുത്തത്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വാതരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ മുഴുവൻ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പും കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിക്കുന്ന സമയമാണിത്. ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ജീവിത ആനുകൂല്യങ്ങൾ, ദൈവ അനുഗ്രഹങ്ങൾ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തിക പരാധീനതകളിൽ വിഷമിക്കുന്നവർ, ബാങ്ക് ജപ്തി നടപടിക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, വിവാഹത്തിന് പണമില്ലാത്തവർ, ജോലി ഇല്ല, വീടില്ല, വിവാഹമില്ല, ഒന്നുമില്ലാണ്ട് വല്ലാതെ വേദനിക്കുന്നവരെ, പലതരത്തിലും പരാജയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആര്യ പറഞ്ഞതുപോലെ എനിക്ക് ദൈവത്തോട് അരിശമായിരുന്നു, കാര്യം ഞാൻ തോറ്റുപോയതാണ് ജീവിതത്തിലെന്ന്. അങ്ങനെ തോറ്റുപോയ മക്കളെ ജയിപ്പിക്കാൻ തന്നെയാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപറക്കുന്നവരെ പോലെ കാലാപറക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിറകിലായിപ്പോയി, എൻ്റെ കർത്താവിൻ്റെ മുന്നിലെത്തിച്ചു എന്ന് നമ്മുടെ ഹോസേയായാലും ഒക്കെ വായിക്കും. അപ്പോഴേ അതുപോലെ തന്നെ കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും എന്ന് നീ ഉടമ്പടിയിലൂടെ ദൈവത്തോട് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ നിമിഷങ്ങളാണ്. കർത്താവ് ഇടപെടുന്ന സമയമാണ്. അതുകൊണ്ട് നീ സന്തോഷമായിരിക്കുക. നിൻ്റെ ജീവിത സങ്കടങ്ങളെ, വേദനകളെ കർത്താവിനെ ഏൽപ്പിക്കുക. ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, യോഗ്യതാ പരീക്ഷ, നൈപുണ്യ പരീക്ഷ, അങ്ങനെയെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോണവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി നിൻ്റെ സങ്കടങ്ങൾ കർത്താവിന് തിരുസന്നിധിയെ സമർപ്പിക്കട്ടെ. വീടില്ലാത്തവർ, വീട് കടമായി പോയവർ, ഒറ്റയ്ക്ക് പാട്ടത്തിനൊക്കെ താമസിക്കുന്നവർ, കർത്താവ് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരണവർ, പുതിയ വാടക വീട് ഇനി പകുതി കൊടുക്കാൻ പണമില്ലാത്തവർ, വഴി ആധാരമായി പോയ അനാഥപ്പരായി പോയല്ല കർത്താവെ ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവരുടെ അമ്മേ, പരിശുദ്ധ അമ്മേ, മാതാവിൻ്റെ വലിയ മധ്യസ്ഥം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കൾക്കും സന്തോഷത്തിൻ്റെ സത്വാർത്ത അവർക്ക് ലഭിക്കുവാൻ യേശു ഇടപെടട്ടെ. ഈശോയുടെ സത്വക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകമേ, അഭിഷേകമേ, അവസാനമായി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്
അമ്മയുടെ സാന്നിധ്യാനത്തിലും അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ സന്നിധാന ആരാധന നിമിഷങ്ങളിൽ സമയമായില്ല എന്ന് പറയുമ്പോൾ കാനായിലെ ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത്. ഈശോ ജീവനോടെ എഴുന്നള്ളി വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു. അമ്മ അരികെ നിൽക്കുന്നു. അമ്മ മധ്യസ്ഥം വായിക്കുന്നു. സമയമാകാത്ത സമയത്തെ ആക്കിയെടുക്കാനുള്ള മധ്യസ്ഥത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് ഇടുക, ഡേറ്റും സമയം കുറിക്കുക. എത്രയോ ഡേറ്റും സമയം കുറിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടതാണ്. നിൻ്റെ ജീവിതത്തിന് എന്നെ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ, നാടുകളിൽ, ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഈ സമയത്ത് ലൈവായി ശുശ്രൂഷ കൂടുന്നവർ മൊബൈലിൽ അവിടെ ഡേറ്റ് ഇടുക. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. സ്ഥലം വയ്ക്കാനുള്ള ഡേറ്റ്, സ്ഥലം വാങ്ങാനുള്ള ഡേറ്റ്, വീട് വെക്കാനുള്ള ഡേറ്റ്, പരീക്ഷ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, യാത്ര ഡേറ്റ്, വിദേശത്തേക്ക് പോകാനുള്ള ഡേറ്റ്, തിരിച്ച് വരാനുള്ള ഡേറ്റ്, കേസ് വിചാരണയുടെ ഡേറ്റ്, അങ്ങനെ എന്തെല്ലാം പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിനക്കുണ്ട് അതെല്ലാം ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സൃഷ്ടികർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലവും അനുഗ്രഹത്തിൻ്റെ സമയവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ നിശ്ചയിക്കുവാൻ വേണ്ടി എല്ലാ സമയത്തെയും ഡേറ്റിനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ. സമയത്തിൻ്റെ സങ്കടങ്ങൾ, സമയത്തിൻ്റെ ബാധ്യതകൾ, എല്ലാ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇനി മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദത്തിൻ്റെ സമയമാണ്. ഒരു നിമിഷം മൗനമായി. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ഛനത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധമ്മ വഴി ഏൽപ്പിക്കുക. മക്കളുടെ ദുർനടപ്പ്, തെറ്റായ ബന്ധങ്ങൾ, മാനസിക രോഗങ്ങൾ, പിക്സ്, എപ്സിലെപ്സി, അപസ്മാരം, ഏതെങ്കിലും രോഗങ്ങളോ നിൻ്റെ ജീവിത അവസ്ഥകളോ, ചില രേഖകൾ കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് റെഡിയാകണില്ല, അത് വരുന്നില്ല, PR വരുന്നില്ല, എല്ലാ രേഖാമൂലമുള്ള പേപ്പർ സബ്മിറ്റിംഗ് ആയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പോഴേ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ശത്രുക്കൾ, നിന്നെ ഭീഷണിപ്പെടുത്തുന്നവർ, നിന്നെ അനങ്ങാൻ അനുവദിക്കാത്തവർ, അവരുടെ കടുത്ത മനസ്സുകൾ, വീട്ടിലും നാട്ടിലും അയൽവാസികളും എല്ലാം ഉണ്ടാകുന്ന നിന്നെ വിഷമിപ്പിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പാകോടുപടി നടക്കാത്ത അവസ്ഥകൾ, കേസ് തീർപ്പാകാത്തത്, ജഡ്ജിമെൻറ്റ് വരാത്തത്, ജഡ്ജിമെൻറ്റ് കൈ കിട്ടാത്തത്, പലതരത്തിൽ നിയമപരമായ ഭീഷണികളും സങ്കടങ്ങളും നിസ്സഹായാവസ്ഥകൾ, ചില സമയത്ത് വക്കീൽമാർ വരെ കാലുമാറുന്ന സങ്കടങ്ങൾ ഇവിടെ വന്ന ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിയമ തടസ്സങ്ങൾ ചെന്ന് പെടുന്നവരെ എല്ലാം, നിൻ്റെ എന്തെല്ലാം വിഷയമാണ് നിന്നെ അലട്ടണ ദൈവവേദനയെ, അതെല്ലാം ദൈവത്തിന് ഏറ്റവും ശ്രദ്ധിക്കുന്നതാണ്, നീ അറിയണം. അതെല്ലാം പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. പഠിക്കാത്ത മക്കളെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത മക്കളെ, വീഡിയോ ഭ്രാന്തന്മാർ, വീഡിയോ ഗെയിംസിൻ്റെ ഭ്രാന്തന്മാരുണ്ട്. എപ്പോഴും മൊബൈലുമായിട്ട് ഇരുന്ന് പ്രാർത്ഥന പോലും ഇല്ലാത്ത, വിശ്വാസമില്ലാത്ത, പള്ളിയിൽ ദൈവകുർബാനയുമായി ബന്ധമില്ലാത്ത, പലതരത്തിലുള്ള പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ, ഇരുട്ട് കയറി കിടക്കുന്നവരെ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരെ എല്ലാം സമർപ്പിക്കുക പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക്. നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, പുതിയ കാലത്ത് ഇന്ന്
ദൈവം തന്ന ഒരു വർഷം ഇന്ന് സമാപിക്കുകയാണ്. അതുകൊണ്ട് ഈ ആശീർവാദത്തിന് വളരെ ഗൗരവതരമായ വിലയുള്ളതാണ്. ഒരു വർഷം മുഴുവൻ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. സമാപന ആശീർവാദം മുമ്പ് ഈ ആശീർവാദം ശിരസ് ഏറ്റുമേടിക്കുമ്പോൾ നിൻ്റെ സമയത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെന്ന് ഓർക്കണം. ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോണത് ഇപ്പം തന്നെ സമർപ്പിക്കുക. ഉടമ്പടി 1ഉം 2ഉം പുതുക്കുന്നതിന് തടസ്സമില്ല. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ പുതുക്കി കിട്ടാം. പക്ഷേ 3ാമത് പുതുക്കുന്നതിന് സ്വീകാര്യമായ സാക്ഷ്യം എഴുതി നൽകേണ്ടതാണ്. എഴുതി നൽകുന്ന സാക്ഷ്യം കൃപാസനത്തിൻ്റെ സീലും ഒപ്പം വാങ്ങിച്ച് നിങ്ങളുടെ ഉടമ്പടി പൗച്ചിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ 4ാം സാക്ഷ്യം പറയാൻ അനുവദിക്കത്തുള്ളൂ. 4ാം സാക്ഷ്യം ഉടമ്പടി ക്ലാസ്സിലാണ് പറയേണ്ടത്. 10,000 പേരുണ്ടാവും. ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ സാക്ഷ്യം പറയാം. 4ാമത് പുതുക്കണവർക്ക് സാക്ഷ്യം പറയാം. ഉടമ്പടി ബുക്ക്, സമ്പൂർണ്ണ സമാഹാരം, സാധ്യതാ പഠനങ്ങൾ 4ാമത് പുതുക്കുന്നവർക്ക് പത്രം എടുക്കുന്നതിന് പകരം പുസ്തകം വാങ്ങിച്ചാൽ മതി. പത്രത്തിന് തരുന്ന അതേ കാർഡുകൾ പുസ്തകം വാങ്ങിച്ചാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് അല്ലാത്തവർ 4ാം ഉടമ്പടി എത്താത്തവർ കൗണ്ടറിലും ചോദിച്ചാൽ പുസ്തകം തരും. അഞ്ചാമത് പുതുക്കണമെങ്കിൽ ഉടമ്പടി ഫീച്ചേഴ്സുള്ള തനി ഉടമ്പടി സാക്ഷ്യങ്ങൾ തന്നെ മെയിൻ അൾത്താറയിൽ ലൈവായിട്ട് പറയേണ്ടതാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടാകണം. ഇപ്പോൾ ഉപവാസം മുടക്കണവരെ ഒരു ഉപവാസമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒരു മാസം, ഒരാഴ്ചയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യ പ്രവൃത്തികളോ രോഗികളെ സന്ദർശിക്കുന്ന അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൗൺസിൽ പരിശോധിക്കുന്നത്. അതിൻ്റെ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ വിഷയമാണ്. യേശുവിന് ലോകത്തിന് കൊടുക്കാനുള്ള മരിയൻ നടപടിയാണ്. സുവിശേഷ പ്രവർത്തനത്തിനുള്ള സുവിശേഷ സാഹിത്യങ്ങളുടെ പ്രാർത്ഥനാ വിതരണം, രോഗികളെ കാണുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, സമാധാനം സ്ഥാപിക്കുക, വഴക്കായിരിക്കുന്നവരെയും ദൈവമായിട്ട് അകന്നിരിക്കുന്നവരെയും കൂദാശ ജീവിതം ഇല്ലാത്തവരെയും ഇടവകയിലേക്ക് കൂദാശരെ കൊണ്ടുവരിക. അതെല്ലാം അവൻ പറഞ്ഞത് തന്നെയാണ്. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക, സമാധാനം സ്ഥാപിക്കുക, എല്ലാം സുവിശേഷ പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു. അതിന് 10% ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ചെയ്താണ് ഉടമ്പടി പുരോഗമിക്കുന്നത്, സാക്ഷിയാകണത്. അതിന് കർത്താവ് നമുക്ക് അഭിഷേകം തരും. നിത്യത വരെ അത് നിലനിൽക്കുകയും ചെയ്യും. നമ്മളെ അനുഗ്രഹിക്കുക.